അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷന്റെ സെക്കൻഡ് ഇയറിലുള്ള ആ ഒരു ബുക്ക് കംപ്ലീറ്റ് ആണ് അല്ലെ. അതൊന്ന് കംപ്ലീറ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷന്റെ ഒരു ഒരു ഹ്യൂജ് ബുക്ക് തന്നെ അല്ലെ, ഒരു ചെറിയ ബുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ബുക്ക് നമ്മൾ ടോട്ടൽ ഒന്ന് സമ്മറൈസ് ചെയ്യാണ്, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറും തമ്മിലൊന്ന് കമ്പാരിസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയർത്തെ എക്സാം എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് ഇയർത്തെ എക്സാം ഐ തിങ്ക് എല്ലാവർക്കും എളുപ്പം ഉണ്ടായിരിക്കുന്നു. കാരണം നമ്മൾ PYQയും അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് മീനിങ്സ്, അതേപോലെ തന്നെ ആക്ടിവിറ്റീസ്, ലെസൺസ് ഒക്കെ നമ്മൾ റിവൈസ് ചെയ്യുകയും ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പം ഇനി നമ്മൾ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു 7 to 8 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. ബട്ട് ഇപ്പം ഈ ഒരു കൊല്ലം നിങ്ങൾക്ക് കുറവാണ്. സെക്കൻഡ് ഇയർ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അത് തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഫസ്റ്റ് ഇയറിൽ നമുക്കൊരു ഉപകാരം, ഒരു അഡ്വാൻറ്റേജസ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തായിരുന്നു, ആദ്യം ഒരു ടെക്സ്റ്റ് തരും, അതിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ തരും, അതിന് പുറമെ നമുക്ക് എന്തും തരും, ഡിഫിക്കൽട്ട് വേർഡ്സും തരും. ഓക്കെ, ബട്ട് സെക്കൻഡ് ഇയറിൽ അങ്ങനെയല്ല. സെക്കൻഡ് ഇയറിൽ കംപ്ലീറ്റ് എന്താണ്, ഒരു ടെക്സ്റ്റ് തരും, അതിന്റെ ഡിഫിക്കൽട്ട് മീനിങ്സ് അങ്ങനെയുള്ളൂ. അതേപോലെ ആക്ടിവിറ്റീന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് നോർമലി ട്രാൻസ്ലേഷൻ അറബിക് ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി, അതേപോലെ തന്നെ വേർഡിന്റെ മീനിങ്സ് എഴുതാൻ, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ബട്ട് ഇപ്പൊ നമുക്ക് അലാമത്തുൽ ഇറാബ്, ഇറാബ് എങ്ങനെയാണ് ഇടേണ്ടത് എന്ന്, ഫെയിലെന്താ, ഫായിലെന്താ, മഫൂലിനെന്താ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സമ്മറൈസ് ചെയ്യാനുണ്ട്, ഒരു അറബിക് പാരഗ്രാഫ് തന്നിട്ട് അത് സമ്മറൈസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ പാരാഫ്രൈസ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ അങ്ങനെ. ഓക്കെ, നമ്മൾ ഇതിൽ ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ഇയറിലുള്ളത്. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ചാപ്റ്റർ പൊളിറ്റിക്കൽ ബേസ്, സിയാസിയ സഹഫിയ, ജേർണലിസ്റ്റിക്കും അതേപോലെ പൊളിറ്റിക്കൽ ബേസിലും. അത് നമ്മൾ ഓരോ പാർട്ടിന്റെ ബേസിൽ പറയുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് പൊളിറ്റിക്കലിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സംഭവമാണ് അല്ലെ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ മീൻസ് ഐ തിങ്ക് 13th ചാപ്റ്ററാ തോന്നുന്നുണ്ട്, പൊളിറ്റിക്കൽ സിയാസിയ വൽ ഇജ്തിമാഇയ്യ പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ബട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളാണ്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ കൊമേഴ്ഷ്യൽ ബേസ്, തിജാരിയ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഇതേപോലെ ഒരു 3 ടെക്സ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ തേർഡ് ചാപ്റ്റർ സയന്റിഫിക് ബേസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഐ തിങ്ക് നമുക്കതൊരു ന്യൂ ആയിരിക്കും. നമ്മൾ അതിൽ മെഡിക്കൽ ബേസ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സയന്റിഫിക് വേർഷൻ നമ്മൾ നന്നായിട്ട് എന്താ പറയുക ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ സയന്റിഫിക് വേർഷൻ ഉണ്ട്. പിന്നെ അതിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്, ദീസ് ആർ ഇത് രണ്ടും നമുക്ക് പുതിയതാണ്. കാരണം ഫോർത്ത് വണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയട്രി ആണ്, ഫിഫ്ത്ത് വണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാമാസ് ആണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ആയിട്ട് നമ്മൾ ലെറ്റേഴ്സ്, അങ്ങനത്തെ ഫോർമൽ തിങ്സും അതേപോലെ സ്റ്റോറീസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയത്തിലോട്ടും ഡ്രാമയിലോട്ടും കയറിയില്ല. നമ്മൾ ന്യൂ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാണ് പോയം ആൻഡ് ഡ്രാമ. ഓക്കെ, അപ്പൊ അതിൽ പോയത്തിന്റെയും ഡ്രാമന്റെയും കേസിൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് തന്നിട്ടുണ്ട് കേട്ടോ. മീൻസ് ഒരു പോയം തന്നിട്ട്, ഫസ്റ്റ് ഒരു വാരൂതിയുടെ ഒരു പോയാണ്, ആ പോയം തന്നിട്ട് അതിന്റെ മീനിങ് ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഡിഫിക്കൽട്ട് വേർഡ്സ്, കാരണം നമ്മൾ മീൻസ് പുതിയതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യല, അതുകൊണ്ടാണ്. ഓക്കെ, അതും പിന്നെ ഒരു ഡ്രാമ ഉണ്ട്, അഹ്ൽ കൗഫ്, അതേപോലെ നല്ല അടിപൊളി അടിപൊളി ഡ്രാമാസ് ഒക്കെ ഉണ്ട്. നജീം മഹ്ഫൂലിന്റെ തഹ്തൽ മവല്ല, അങ്ങനെ 2-3 ഉണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇനി ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ചാപ്റ്റർ ബേസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് ജേർണലിസ്റ്റിക്. ഇതിലില്ലേ, ഞാൻ ഓരോ ചാപ്റ്ററും നന്നായിട്ട് മീൻസ് എലോബറേറ്റ് ചെയ്തൊന്നും പറഞ്ഞു തരില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അത് ബോറിംഗ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓരോ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങനെ ഇൻട്രോ ഇട്ട് പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്താ, ദിസ് യൂണിറ്റ് ബേസിക്കലി എയിം ടു ഇൻട്രൊഡ്യൂസ് ദ സ്റ്റുഡൻസ് ടു ദ സ്റ്റൈൽ ആൻഡ് ടെർമിനോളജീസ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് journalistic translation from Arabic to English and vice versa. After reading this unit, the students will have an idea about such type of translation and will have a learn to a lot of useful relevant terms and expressions. ഇത് നമ്മൾ എല്ലാ സമയത്തും ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ തന്നെ അല്ലെ. ഒരുപാട് സ്റ്റൈൽസും ടെർമിനോളജീസും കാര്യങ്ങളും ഈ എന്ത് ബേസ് ചെയ്തിട്ട്, പൊളിറ്റിക്കലും ജേർണലിസ്റ്റിക് ബേസിലുള്ള കാര്യങ്ങൾ കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ടേംസും എക്സ്പ്രഷൻസും ഒക്കെ കിട്ടും എന്നാണ്. ഇത് നമ്മൾ നോർമൽ.
ഓക്കെ. ദെൻ ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഉള്ളത് എന്താണെന്നാട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ദ ഫസ്റ്റ് ടെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡിസ്പ്യൂട്ട് ഓഫ് റിനൈസൻസ് ഡാം ബിൽഡ് ഓൺ ദ നൈൽ റിവർ ബൈ എത്യോപ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്യോപ്യ നൈൽ റിവറിന്റെ മുകളിലൂടെ ഒരു ഡാം ബിൽഡ് ചെയ്യാണ്. ആ ബിൽഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോരോ ചാപ്റ്ററിലും നമുക്ക് പറയാം. പിന്നെ സെക്കൻഡ് വണ്ണ് അറൌണ്ട് ദ ഇഷ്യൂസ് ഓഫ് വെസ്റ്റേൺ സഹാറനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ തേർഡ് ടെക്സ്റ്റ് ഇൻ ഇംഗ്ലീഷ്, ബാക്കി ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്, ബട്ട് ഞാൻ നോക്കിയ സമയത്ത് ഇംഗ്ലീഷിൽ കണ്ടില്ല, അതും അറബിക്കിൽ തന്നെ കേട്ടോ ഞാൻ കണ്ടത്. ആൻഡ് ടോക്ക് അബൌട്ട് ദ വിസിറ്റ് ഓഫ് സൗദി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ടു ഖത്തർ ആഫ്റ്റർ ദ എക്സ്കലേഷൻ ഓഫ് പൊളിറ്റിക്കൽ ടെൻഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷം സൗദി പ്രിൻസ് അവിടെ വിസിറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോക്കാണ്. ഓക്കെ, അങ്ങനെ 3 കാര്യങ്ങളാണ് ഫസ്റ്റിലുള്ളത്. ഇനി അതിൽ ഇത് ഇനി നമ്മൾ നോർമലായിട്ട് പറയുകയാണ്, ഇതിൽ എന്തൊക്കെയുണ്ട്, ഇന്നോവേറ്റീവ് എക്സസൈസസ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ലേണിംഗ് ഔട്ട്കംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പാഠത്തിനെക്കാട്ടി അപ്പുറം അറിയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റെക്കമെൻഡഡ് ബുക്സും കാര്യങ്ങളും ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ മീൻസ് ഈ ഒരു ഇത് ഇങ്ങനെ വായിച്ചു പോകാത്ത നിങ്ങൾക്ക് അത് ബോറിംഗ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാട്ടോ ഇതിൻ്റെ മീൻസ് അതിൻ്റെ കണ്ടന്റ് മാത്രം ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സദ്ദുൻ നെഹ്ല പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഒരുവിധം വേർഡ്സ് ഒക്കെ അറിയില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മജ്ലിസുൽ അംൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഒരുവിധം ഒരു സമയത്ത് പഠിച്ചതാണ്. എന്തായിരുന്നു? സെക്യൂരിറ്റി കൗൺസിൽ എന്നൊക്കെ പറയും. ജൽസത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു സെഷൻ. മുനാഖഷ വിച്ച് മീൻസ് എന്തായിരുന്നു, ഡിസ്കഷൻ എന്നൊക്കെ പറയും. അസ്മിത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ക്രൈസിസ്. ഓക്കെ, ഇങ്ങനെ ഓരോരോ സംഭവങ്ങളാണ്. ദെൻ അതിൻ്റെ ഡിഫിക്കൽട്ട് മീനിങ്സ് ഇല്ലേ, ഒരുവിധമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആദ്യം നമുക്ക് ഈ ടെക്സ്റ്റ് തന്നതിന് ശേഷം പിന്നെ ഇതേപോലെ കുറേ മീനിങ്സ് ആണ് നമുക്ക് തന്നത്. ഒരുവിധം മീനിങ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമൽ ഫസ്റ്റ് ഇയർത്തെ പോലെ തന്നെ 10 സെന്റൻസസ് മേക്ക് ചെയ്യാനാണ്. പക്ഷെ ഇവിടെ വേർബ് ഏതാണ്, നൗൺ ഏതാണ്, അങ്ങനെ നമുക്ക് എടുത്ത് പറയുന്നുണ്ട്. ആദ്യം വേർബ് വെച്ചിട്ടാണ് 10 സെന്റൻസ് മേക്ക് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, നൗൺ വെച്ചിട്ട് 10 സെന്റൻസ് മേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലൂറൽ ഫോംസ്, അതേപോലെ തന്നെ സിംഗുലേഴ്സ്, പിന്നെ ഓപ്പോസിറ്റ്സ്, ഇങ്ങനെ കുറച്ചെണ്ണം ഉണ്ടല്ലേ. ബന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് എന്തായിട്ട് വരും, ഹദമ. ഓക്കെ, ആ ഒരു ലെവലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അലാമാത്തുൽ ഇറാബ് ഇവിടാണ് നമ്മൾ പറഞ്ഞത് ഫേല്, ഫായില്, മഫൂല്, ലമ്മ് വന്നാൽ എന്ത്, ജസ്മാണ്, ലന്ന് വന്നാൽ എന്ത്, നസ്ബാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന് ഫത്തഹ് കസർ ലൊമ്മിടണമെങ്കിൽ അത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പം നിങ്ങൾ ഈ ഒരു പാഠം പഠിക്കുന്നതിന്റെ മുമ്പേ ജസ്റ്റ് മീൻസ് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രാമർ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പോസിബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സംഭവങ്ങളൊക്കെ നോക്കുക. മുലാഫ് ഇലൈഹി, ഹാല്, അതേപോലെ തന്നെ ന്യായത്ത്, മനോത്ത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് ട്രാൻസ്ലേഷൻ. ഇത് നമ്മൾ നോർമൽ തന്നെ അല്ലേ, ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലോട്ട് ചെയ്യാൻ, അതേപോലെ തന്നെ അറബിയിലോട്ട് ചെയ്യാൻ. ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഇനി സെക്കൻഡ് ചാപ്റ്റർ ടെക്സ്റ്റ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ, കൊമേഴ്ഷ്യൽ, തിജാരിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലുള്ളത് എന്താ, നമ്മൾ നോർമൽ, ഇത് ഞാൻ ഇങ്ങനെ വായിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസ്ലേഷൻ, അറബിക് ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി, വൈസ് വേഴ്സ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് കൊടുത്തെന്ന് മാത്രം. ഇതിലും നോർമലി 3 ടെക്സ്റ്റസ് ആണ്. ഫസ്റ്റ് ടെക്സ്റ്റ് ഇംഗ്ലീഷിലാണ് കൊടുത്തത്. അതെന്താണ്, മെസ്സേജസ് ഫ്രം എ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ വേൾഡ് ബാങ്ക് റിഗാർഡിംഗ് സം ഓഫ് ഇറ്റ്സ് എഫോർട്സ് ആൻഡ് അച്ചീവ്മെന്റ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ കയ്യിൽ നിന്നുള്ളൊരു മെസ്സേജ് ആണ്, അവർ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. സെക്കൻഡും തേർഡും അറബിക്കിലാണ്. സെക്കൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫോർട്സ് ഓഫ് വേൾഡ് ബാങ്ക് ഫോർ സ്പീഡിങ് അപ്പ് ദ ട്രാൻസിഷൻ ഇൻ ദ എനർജി സെക്ടർ, ആ ഒരു ബേസിലാണ്. തേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇൻവെസ്റ്റ്മെന്റ് ഡ്രൈവ്സ് ലോഞ്ച്ഡ് ഫോർ എൻഷുറിംഗ് ദ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്കും കാര്യക്കും വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ലോഞ്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, കൊമേഴ്ഷ്യൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരുപാട് ഇന്നോവേറ്റീവ് എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ അതിലെ ടെക്സ്റ്റ് ആണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ അതിലും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് എന്താ പറയുക മേക്ക് ചെയ്യാനാണ്. നൗൺ മേക്ക് ചെയ്യുക, വേർബ് മേക്ക് ചെയ്യുക, പ്ലൂറൽസ്. ബട്ട് ചില ഇത് മാറ്റേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അതേപോലെ കാണിച്ചത്. ഇത് അവിടെ പാരഫ്രൈസ് ചെയ്യാൻ, ഈ ഒരു പാരഗ്രാഫിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി വേറെ രൂപത്തിൽ എഴുതാനാണ്
ചെയ്യാനാണ് പാരാഫ്രൈസ് ചെയ്യുക. പാരാഫ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഫോമിൽ നിങ്ങൾ മാറ്റി തിരുത്തി എഴുതുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ഇയർ മുതലേ പറയുന്ന സംഭവമാണ് വെക്കാബുലറി വേണം, വെക്കാബുലറി വേണം. അതേപോലെ തന്നെ വെക്കാബുലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ഇങ്ങനെ പാരാഫ്രൈസ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇതിന് ആപ്പൊക്കെ ഉണ്ട്. പക്ഷെ ആപ്പിലൂടെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തലയിലുള്ള ഈ ബുദ്ധി ഇങ്ങനെ വർക്കാവില്ല. ഓക്കെ, അതാണ് കേട്ടോ കാര്യം. ഓക്കെ, ദെൻ ഇതാ ജിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരഗ്രാഫിന്റെ സമ്മറി എന്താ, ഇത് ഇത്ര ഒന്നും അല്ല കേട്ടോ, കുറേ ഉണ്ട്. അതിന്റെ ഒരു സമ്മറി എന്താണെന്ന് നമുക്ക് കണ്ടെത്താനാണ്. പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്യാനുണ്ട്, ഇംഗ്ലീഷ് ടു അറബി, അറബിക് ടു ഇംഗ്ലീഷ് ഉണ്ട്. അത്രേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ദെൻ സയന്റിഫിക് ബേസ് ചെയ്തത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല എന്നല്ല, നമ്മൾ അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല കഴിഞ്ഞ കൊല്ലം. അപ്പൊ ഈ കൊല്ലത്തേക്ക് കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇതിൽ എന്തൊക്കെയാ ഉള്ളത്? ദിസ് യൂണിറ്റ് ഈസ് ഓക്കെ, ഇത് നോർമൽ ഉള്ള പോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ. ഓക്കെ, ഈ ഒരു സെയിം സംഭവം തന്നെ, ഒബ്ജക്റ്റീവ്സ് സെയിം ആയിട്ടാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ഇൻ ഇംഗ്ലീഷ് ആണ്. അത് ഡീൽ വിത്ത് എന്താണ്, റോൾ ഓഫ് സയൻസ് ആൻഡ് അച്ചീവിങ് ദ 2030s അജണ്ട ഓഫ് യുനെസ്കോ ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു കേസിൽ എന്താ പറയുക, സയൻസിന്റെ റോൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡും തേർഡും എന്ത് ബേസ് ചെയ്തിട്ടാണ്? അറബിക്കിലാണ്. അത് തന്നെ സെക്കൻഡ് ടെക്സ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 2 ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ എന്താണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു എഫോർട്ട് ഓഫ് സൗദി അറേബ്യ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി സൗദി അറേബ്യയിൽ എന്തൊക്കെ സൗദി അറേബ്യയിൽ എന്തൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കൊണ്ടുവന്നത്, ആ ഒരു ബേസ് ചെയ്തിട്ടാണുള്ളത്. പാർട്ട് ബിയിൽ എന്താണ്? ഹൈടെക് സിറ്റി ഓഫ് മസ്ദർ ഡെവലപ്ഡ് ഇൻ UAE, മീൻസ് അബുദാബിയിലുള്ള UAE പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഹൈടെക് ടെക്നോളജീസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, തേർഡ് ചാപ്റ്റർ. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് മീൻസ് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് ഞങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവുന്നു, ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് ഇൻട്രോ തരാം. Okay, the third text is deal with the importance of youth in the field of science and technology with special reference to the World Academy of Science and Caribbean countries. ഇങ്ങനെ ഈ ഒരു 3 ടെക്സ്റ്റേഴ്സ് ആണുള്ളത്. പിന്നെ ഡിഫിക്കൽട്ട് വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ജദ്വലുൽ അഅ്മാൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇത്? നമ്മൾ കഴിഞ്ഞ വട്ടം ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ വന്നൊരു ചോദ്യമായിരുന്നു അല്ലെ, ജദ്വലുൽ അഅ്മാൽ വിച്ച് മീൻസ് അജണ്ട. ഓക്കെ, ഇൽമ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് ആണ് അറിയാം. ദൗറ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? റോള്. ഈസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീൻസ് നോക്കിക്കാൻ ഒറ്റൊരു വേർഡിന് തന്നെ 2-3 വേർഡ് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ സെയിം തന്നെ വേർബ്സ് വെച്ചിട്ട് നൗൺ വെച്ചിട്ട് സിംഗുലർ എഴുതാൻ അല്ലെങ്കിൽ പ്ലൂറൽ എഴുതാൻ, ഇത് രണ്ടും ഉണ്ട്. അപ്പം വസായിലിന്റെ എന്താ? വസീലത്താണ്. അങ്ങനെ ഒരുപാട് ഹദഫിന്റെ അഹ്ദാഫാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഇതിൽ മാച്ച് ദ ഫോളോയിങ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് തന്നെ മാച്ച് ദ ഫോളോയിങ് ഇരുന്നതാണ് നമുക്കൊരു സമാധാനമുള്ള കേസ് അല്ലേ. അപ്പൊ ഇതിൽ മാച്ച് ദ ഫോളോയിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതാ പാരാഫ്രൈസ് ചെയ്യാൻ ഇപ്പൊ കുറച്ച് വന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ ട്രാൻസ്ലേഷനും, ഇത്ര കാര്യങ്ങളാണുള്ളത്. ഓക്കെ, നമ്മുടെ നടൻ. ഓക്കെ, ട്രാൻസ്ലേഷൻ ഓഫ് പോയട്രി, ഇതാണ് ഇനി നമുക്ക് ഒരു പുതിയതായിട്ടുള്ള ഒരു ന്യൂ സ്റ്റെപ്പ് ആയിട്ട് വന്ന സംഭവം. ഓക്കെ, ഇതിൽ എന്താണ് പറഞ്ഞത്? ടു ലേൺ ആൻഡ് പ്രാക്ടീസ് ട്രാൻസ്ലേഷൻ ഓഫ് പോയട്രി ഫ്രം അറബിക് ടു ഇംഗ്ലീഷ് ആൻഡ് വൈസ് വേഴ്സ ഓഫ് ദ സെലക്ടഡ് വേഴ്സസ്. കുറച്ച് വരികൾ മാത്രമേ തന്നിട്ടുള്ളൂ, അതിന്റെ ഇംഗ്ലീഷ് ടു അറബി, അറബിക് ടു ഇംഗ്ലീഷ് ആണുള്ളത്. അതേപോലെ തന്നെ ബിക്കം ഫെമിലിയർ ഓഫ് വൊക്കാബുലറീസ് ഓഫ് അറബിക് പോയം ആൻഡ് എക്സ്പ്രഷൻസ് ഓഫ് കോമൺ പോയറ്റിക് സ്റ്റാൻസാസ് ഇൻ ഡിഫറെന്റ് ജെൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോരോ പോയറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ പിന്നെന്താ? ഓക്കെ, അതേപോലെ തന്നെ എന്തും ടു ബി വെൽ വേഴ്സ്ഡ് ഇൻ റീഡിംഗ് ഓഫ് അറബിക് ആൻഡ് ഇംഗ്ലീഷ് പോയംസ് ത്രൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മീൻസ് ഇതിൽ നമുക്ക് ആദ്യം ഒരു പോയം എന്താണ്, പോയട്രി എന്താണെന്ന് നമുക്കൊരു ബ്രീഫ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് തരുന്നുണ്ട്, പോയം എന്താണെന്നുള്ള കാര്യങ്ങൾ. ആ ഒരു ടെക്സ്റ്റാണ്. അതിന് എന്തുണ്ട്? ഫിഗറേറ്റീവ് ലാംഗ്വേജസ് ഉണ്ട്, റിതം ഉണ്ട്, അതിൻ്റെതായ റൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് നമ്മളോട് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആദ്യം എന്താട്ടണം? പോയം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമ്മളെ രൂപത്തിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കണം. ആഫ്റ്റർ ദാറ്റ് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വേർഡ് തന്നിട്ട് അത് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യണം, അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഇതാക്കണം. അതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പോയറ്റിന്റെ കേസായിട്ട് പ്രത്യേകിച്ച് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന്റെ ശേഷം മാത്രം എന്ത് ചെയ്യുക?
അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുക. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ ശേഷം പിന്നെ ഇത് ഇങ്ങനെയായിരുന്നോ എന്ന് ആലോചിക്കരുത്. കാരണം ആ പോയത്തിന്റെ രൂപത്തിലായിരിക്കും ചിന്തിക്കുക. ബട്ട് നമ്മളെ രൂപത്തിൽ ചിന്തിച്ച് പിന്നെ നമുക്ക് വേറൊരു ചിന്ത വരരുത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ട്ടോ. ദെൻ നെക്സ്റ്റ് തിങ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേർഷൻ ആണ് ട്ടോ. ഫസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതി അവരുടെ എന്താ പറയാ യുവത്വം എവിടെ പോയി എന്നൊക്കെ ഉള്ള ഒരു സംഭവമാണ്. യൂത്ത് എങ്ങോട്ട് പോയി, എന്തോ ഒരു മീൻസ് അവർക്കെന്തോ മിസ്സിംഗ് ഉള്ള പോലെ. അപ്പൊ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിലുള്ള ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയുള്ള 2 ചാപ്റ്ററിൽ ഉണ്ടാവും. എന്ത് സ്യൂട്ടബിൾ വേർഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക ഫ്രേസസും എക്സ്പ്രഷൻസും വെച്ചിട്ട് നമ്മളെ വേർഡ്സ് നമ്മൾ സാധാ ഒരു വേർഡ് വെച്ചിട്ടായിരുന്നു ഇത് ഫ്രേസസ് മീൻസ് ഇതെന്താണ് അറബിക് ബേസ് ചെയ്തിട്ടുള്ള ഫ്രേസസും എക്സ്പ്രഷൻസും ആണ്. ഇത് വെച്ചിട്ട് എന്താക്കുക ഒരു വാക്ക് നിർമ്മിക്കാണ്ട്. അതേപോലെ ആന്റണിംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. പിന്നെന്താ ഉള്ളെ? പിന്നെ പ്ലൂറൽ ഫോം ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇത്ര കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഓരോ ടെക്സ്റ്റിന്റെയും കൂടെ ഫസ്റ്റ് ടെക്സ്റ്റിൽ തന്നിട്ടില്ല ആരാണ് എഴുതിയത് എന്നുള്ളത്. സെക്കൻഡ് ടെക്സ്റ്റ് മുതൽ ഫഹ്രിയ അൽ ബാറൂദി പറഞ്ഞിട്ടുള്ള ആദ്യം ആ പോയറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ആഫ്റ്റർ ദാറ്റ് എന്താണ് നമുക്ക് ആ പോയം തരുള്ളൂ ട്ടോ. ഓക്കെ, പക്ഷെ ഫസ്റ്റ് ടെക്സ്റ്റിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ദെൻ നെക്സ്റ്റ് ഡ്രാമ, പ്രോസ് ആൻഡ് പോയട്രി. ഓക്കെ, ഡ്രാമയാണ്. ഡ്രാമയിൽ എന്തൊക്കെ കാര്യങ്ങളാ? After completing this unit, learners will able to read simple Arabic language drama. ഇത് കഴിഞ്ഞിരിക്കണം ട്ടോ. And realize the diversity of Arabic drama in terms of prose and poetry. അതേപോലെ തന്നെ translate the Arabic drama into English language, understand the difficult words in the text, identify the opposites of important words, analyze and എന്താ ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാ പറഞ്ഞത്? മീൻസ് ഇത് നന്നായിട്ട് കോംപ്രഹെൻസ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ആദ്യം ഒരു ഡ്രാമ മനസ്സിലായിരിക്കണം. ഡ്രാമ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രോ തന്നതിന്റെ ശേഷമാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ടെക്സ്റ്റൽ ബേസ് ചെയ്തിട്ടും ഒരുപാട് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അറബിക് ഡ്രാമ നോക്കിക്കേ, അറബിക് ഡ്രാമ ഈസ് കൺസിഡർ യൂസ്ഫുൾ ടു ബ്രിങ് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ് അലൈവ് ആൻഡ് ഈസി ടു അഡാപ്റ്റ്. നമുക്ക് മീൻസ് എപ്പോഴും അലൈവ് ചെയ്ത് വെക്കാൻ അറബിക് ഡ്രാമ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പറയുന്നുണ്ട് എന്നല്ല ആണ്. ഓക്കെ, തഹത്തൽ മവല്ല പറഞ്ഞിട്ടുള്ള ഇതാണ് ഇതിന്റെ മീൻസ് കംപ്ലീറ്റ് പോർഷൻസ് ഒന്നുമില്ല. അതിലൊരു ചെറിയൊരു പോർഷൻസ് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ഐ തിങ്ക് ഒരു 1 പേജ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു പേജാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് നജീബ് മഹ്ഫൂളിന്റെ ഒരു എന്താ പറയുക ഡ്രാമയുടെ ഭാഗമാണ്. അതാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ നജീബ് മഹ്ഫൂളിനെ പറ്റിയിട്ട് ഇതിൽ അതേപോലെ തന്നെ ഒന്ന് എന്താക്കുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ വേർഷൻ അണ്ടർ ദ അംബ്രല്ല പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് മീൻസ് ട്രാൻസ്ലേറ്റഡ് വേർഷനും ഉണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതിൽ സ്യൂട്ടബിൾ വേർഡ്സ് വെക്കാനുണ്ട്, ട്രാൻസ്ലേഷൻ ചെയ്യാനുണ്ട്, പിന്നെ ആന്റണിംസ് കൊടുക്കാനുണ്ട്. പിന്നെ ചെക്ക് ദ പ്രോഗ്രസ് പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, കാരണം സഹിയായത് അലാമത്ത് സഹിഹായിട്ടുള്ളതും അല്ലാത്തതും കറക്റ്റ് ചെയ്യാനും ടിക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കത് പാഠം വായിക്കുന്ന സമയത്ത് തന്നെ ഒരുവിധം കിട്ടും. ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ കംപ്ലീറ്റ് ഉള്ളത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഈസി. എനിക്ക് തോന്നാട്ടോ നിങ്ങൾക്ക് ആയിരിക്കും ഈസി ആയിരിക്കും, കാരണം ആകെ 5 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഈ 5 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് തന്നെ എല്ലാത്തിലും ഒരു മൂന്നിച്ച് ടെക്സ്റ്റ് ആണുള്ളത്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും ഇത് ഐ തിങ്ക് ഇറ്റ്സ് ഈസി ടു യു. ആൻഡ് ഇത് നമുക്ക് ഇൻഷാ അള്ളാ ഓരോരോ ക്ലാസ്സസിൽ ഓരോരോ സെഷനിൽ ഓരോരോ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ക്ലാസ് എടുത്ത് പോവാം. അപ്പം അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.